ഹായ് ഫ്രണ്ട്സ്, UK അടിത്തറയം എന്ന പ്രോഗ്രാമിലോട്ട് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ടെൽഫോർഡിലുള്ള റാഫേൽ സിൽവർ വിങ് കൺസൾട്ടിംഗ് ഗ്രൂപ്പിൻ്റെ ഡയറക്ടറായ മാത്യു എബ്രഹാം സാറിൻ്റെ വീട്ടിലാണ്. അപ്പോൾ നമുക്ക് സാറിൻ്റെ വിശേഷങ്ങളിലോട്ട് കടക്കാം. ഹായ് സാർ, വെൽക്കം ടു ദി പ്രോഗ്രാം. താങ്ക് യു സോ മച്ച്. ഏഷ്യാനെറ്റ് ഗ്രൂപ്പ് എൻ്റെ വീട്ടിൽ വന്ന് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് എൻ്റെ വീട്ടിലാണ്. UK ഷോപ്പ്ഷെയർ കൗണ്ടിയിൽ ടെൽഫോർഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഡോളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട്. ഞങ്ങൾ റാഫേൽ സിൽവർ വിങ്സ് ഗ്രൂപ്പ് 4 പേരാണ്. 4 പേരിൽ ഞാൻ അതിൻ്റെ വൺ ഓഫ് ദ ഡയറക്ടറാണ്. അതിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളും ഒക്കെ എന്തൊക്കെയാണ് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. തീർച്ചയായിട്ടും വെൽക്കം ടു മൈ ഹൗസ്. അപ്പോൾ സാർ, UK എന്ന് പറയുന്ന ഈ രാജ്യത്തോട്ട് എങ്ങനെയാണ് ഫസ്റ്റ് വന്നത്? എന്തായിരുന്നു അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ്? ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ സാരി വിസയാണ് എന്ന് പറയും. കാരണം ഇവിടെ എല്ലാവരും പറയാറുള്ളത് സാരി വിസ എന്നാണ്. കാരണം എൻ്റെ വൈഫ് നേഴ്സായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി വൈഫ് ഇട്ടതൊരു പാൻ്റായിരുന്നു അന്ന് പോരുമ്പോൾ, വർഷങ്ങൾക്ക് മുമ്പ്, 10-25 വർഷത്തിന് മുമ്പുള്ള കഥയാണ്. അപ്പോൾ സാരി ഉടുക്കാഞ്ഞതുകൊണ്ട് ഞാൻ അവളുടെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ കൈയിട്ട് ഇങ്ങ് പിടിച്ചുകൊണ്ട് പോകും. അങ്ങനെ ഞാനിവിടെ എത്തി. ഞങ്ങൾക്ക് 2 കുട്ടികളുണ്ട്. ഞാനിപ്പോൾ ഒരു ഗ്രാൻഡ് ഡാഡിയും കൂടിയാണ്. അപ്പോൾ നമ്മുടെ ഈ റാഫേൽ സിൽവർ വിങ് കൺസൾട്ടിംഗ് ഗ്രൂപ്പിനെ പറ്റി എന്താണ്, എന്തിനെ പറ്റിയിട്ടാണ് ആ കൺസൾട്ടേഷൻ? ഓക്കെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്റ്റാർട്ട് ചെയ്തത് 2009-ലാണ്. 2009 ഇത് സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻസി എന്ന പേരിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് ഫൗണ്ട് ചെയ്തത് 2009-ലാണ്. 2009 ഇതൊരു ഹയർ സ്റ്റഡി എന്ന നിലയിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അത് സ്റ്റഡി അബ്രോഡ് എന്ന ആ ഒരു എഡ്യൂക്കേഷൻ പർപ്പസിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ഹയർ എഡ്യൂക്കേഷൻ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും സ്റ്റുഡൻസിനെ റിക്രൂട്ട് ചെയ്യുക. അവർ 500ഓളം യൂണിവേഴ്സിറ്റികളിലേക്ക് ഏകദേശം ഒരു 50ഓളം രാജ്യങ്ങളിൽ സ്റ്റുഡൻസിനെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2017-ലാണ് അതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് അതിനെ ഇൻ്റർനാഷണൽ ലൈസൻസോടുകൂടി B2B എന്ന രീതിയിൽ നമ്മളതിനെ UK-യിൽ അത് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ പിന്നെ അതൊരു ട്രസ്റ്റഡ് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് കൺസൾട്ടൻസി ബ്രാൻഡാക്കി അതിനെ മാറ്റി. അപ്പോൾ അവിടെ നിന്ന് മുതൽ അങ്ങോട്ട് ഇതിൻ്റെ ഓപ്പറേഷൻ ആ രീതിയിലാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്തത്. പിന്നെ 2023-ൽ ഇതിനെ റീബ്രാൻഡ് ചെയ്തു. അപ്പം റീബ്രാൻഡ് ചെയ്ത് റാഫേൽ സിൽവർ വിങ്സ് കൺസൾട്ടിംഗ് ഗ്രൂപ്പ് എന്ന പേരിലാക്കി. അപ്പോൾ അവിടെയാണ് ഞങ്ങളതിനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഗ്രാമും കൂടി അതിൻ്റെ കൂടെ സ്റ്റാർട്ട് ചെയ്തത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ക്ലിക്കായി. അത് ഞങ്ങൾക്ക് കോൺഫിഡൻസ് കൂടുതൽ വർദ്ധിപ്പിച്ചു. കാരണം ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെയാണ് ഈ രാജ്യത്ത് ചെയ്യേണ്ടത്, ഇപ്പം UK, അയർലൻഡ് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഞങ്ങൾ കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ധാരാളം ആളുകൾ ഞങ്ങളെ കൺസൾട്ട് ചെയ്യാൻ. സിൽവർ വിങ്സിൻ്റെ ആ ഗ്രൂപ്പിൽ ഉള്ളത് B2B സൊല്യൂഷൻസ് വിങ്, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഹെൽത്ത് കെയർ, ഹോസ്പിറ്റാലിറ്റി ആൻഡ് സപ്ലൈ ചെയിൻ സെക്ടേഴ്സ് എല്ലാം ഉണ്ട്. അതാണ് B2B സൊല്യൂഷൻസ് വിങ്ങിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ. രണ്ടാമത്തേത് സ്റ്റഡി അബ്രോഡ് പ്ലസ് കരിയർ സപ്പോർട്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. സ്റ്റുഡൻസ് ഇൻ 500 യൂണിവേഴ്സിറ്റീസ് അക്രോസ് 50 കൺട്രീസ്. അത് വർഷങ്ങളായിട്ട് നടക്കുന്ന 2009 മുതൽ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അവിടെ പോസ്റ്റ് സ്റ്റഡി കരിയർ സപ്പോർട്ട് ഫോർ സ്റ്റുഡൻസ് ഇൻ ദി UK എന്ന് പറയുമ്പം പാർട്ട് ടൈം ജോബ്സ്, സ്പോൺസർഷിപ്സ് ആൻഡ് കംപ്ലയിൻസ് ഹെൽപ്പ്, ഇതെല്ലാം ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് സ്റ്റുഡൻസിൻ്റെ കാര്യത്തിൽ. ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് വിങ്, അതാണിപ്പോൾ ഏറ്റവും റീസെൻ്റായിട്ട് ഞങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. അത് ഭയങ്കരമായിട്ട് അങ്ങ് ഫാസ്റ്റായി എന്ന് തന്നെ പറയാം. അപ്പം UK എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ഇതുപോലത്തെ ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഇൻസ്പിറേഷൻ അപ്പോൾ എന്തായിരുന്നു? നമുക്കിവിടെ ഈ രാജ്യത്ത് ഒരുപാട് തട്ടിപ്പും തരികിടയും നടക്കുന്നുണ്ട്. നമുക്കറിയാം, അതിലേറ്റവും കൂടുതൽ വിസ പ്രോസസ്സിങ്ങിലാണ്. ആളുകൾ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ ഫേക്കായിട്ടുള്ള ഒരുപാട് അവസരങ്ങൾ ഉണ്ടാക്കി അതിനെ യൂസ് ചെയ്യും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വിസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു വിസ കച്ചവടമോ ഒന്നുമല്ല. അതിനകത്ത് £1 പൗണ്ട് പോലും വിസയ്ക്ക് നമ്മൾ മേടിക്കാതെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ അവർക്ക് കൊടുത്തുകൊണ്ട് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും അഡ്വൈസും കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാറുണ്ട്. എന്ന് പറയുമ്പോൾ ഗൾഫ്, മിഡിൽ ഈസ്റ്റ് എന്നാണ് ഏറ്റവും കൂടുതൽ. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും അവർക്കൊരു ട്രസ്റ്റ് വർത്തി ഉള്ള ആളുകൾ ഉണ്ടോ എന്നാണ് അവർ നോക്കുന്നത്. അവർ ഞങ്ങളിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അവരെത്ര മില്യൺ വേണമെങ്കിലും അവർ ചിലവഴിക്കാനും അതിലൂടെ ഇൻവെസ്റ്റ് ചെയ്യാനും അവർ തയ്യാറാകുന്നത് അതവർക്ക് ഞങ്ങളുള്ള ട്രസ്റ്റ് വർത്തി കൊണ്ടാണ്. നമ്മൾ ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് അവരോട് സംസാരിക്കുന്നത്. എത്രയാണോ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ 10-15% ഞങ്ങളും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങളും ഒരു പാർട്ട്ണറായിട്ടാണ്. ഞങ്ങൾ അവർക്ക് ഇതൊക്കെ ചെയ്തു കൊടുക്കുക, എന്നിട്ട് അകലെ മാറി നിൽക്കുക, എന്നിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു ലോസ് വന്നു കഴിഞ്ഞാൽ അത് അവരുടെ കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൈയൊഴിയല്ല, ഞങ്ങളും അതിലൊരു ഭാഗമാകുക. ഏത് സാഹചര്യത്തിലും അവരുടെ കൂടെ ഞങ്ങളുണ്ട്. ലീഗൽ സൈഡിലായാലും അതിൻ്റെ ഏത് റിസ്ക്
മാറ്ററിലായാലും ഞങ്ങൾ അവരുടെ കൂടെയുണ്ട് ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ്. പക്ഷേ ഞങ്ങൾ കൃത്യമായിട്ടത് അനലൈസ് ചെയ്യും. ഞങ്ങൾക്ക് ആളുകൾ അവരുടെ ആഗ്രഹത്തിന് ഒത്തുയരാൻ ചിലപ്പോൾ എല്ലാത്തിനും ഞങ്ങൾക്ക് കഴിഞ്ഞു വരില്ല. കാരണം ഞങ്ങൾ ആരെയും അങ്ങനെ സുന്ദര മോഹന വാഗ്ദാനങ്ങളൊന്നും കൊടുത്ത് ആരെയും ഞങ്ങൾ പ്രലോഭിപ്പിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾക്ക് ജെനുവിനായിട്ടുള്ള ആളുകളാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ കൂടെ ഞങ്ങളുണ്ടാവും. അപ്പം നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് വിങ്ങിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിച്ചല്ലോ. അപ്പം സാർ അത് എന്താണ് ആ ഇൻവെസ്റ്റ്മെന്റ് വിങ്ങിന്റെ ശരിക്കുള്ള സർവീസസ്? ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പം ഇവിടെ ഈ വൈറ്റ് പേപ്പർ വരുന്നതിന് മുമ്പ് ഇവിടെ ധാരാളം സാധ്യതകളുണ്ടായിരുന്നു. പണ്ടൊക്കെ നേരത്തെയൊക്കെ ആയിരുന്നെങ്കിൽ ഒരു കാർ ഷോറൂമോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലുള്ള ഒരു ടേക്ക് അവേ റെസ്റ്റോറൻറ്റോ ഇതൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾക്ക് വിസ കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ആ സാധ്യതകളൊക്കെ കുറഞ്ഞു. ഇല്ല, ഇൻ കൺട്രിയിൽ ഇപ്പോൾ നമുക്കറിയാം ഈ രാജ്യത്ത് വിസയുണ്ട്, അവർ വർക്ക് പെർമിറ്റിലാണ്. അപ്പോൾ അവർക്ക് മുന്നോട്ട് അല്ലെങ്കിൽ PR ഉള്ളവർ, സിറ്റിസൺഷിപ്പ് ഉള്ളവർ അവർക്ക് ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഒരു ഔട്ട് ഓഫ് കൺട്രിയിൽ നിന്ന് വരുന്നതിന് ഈ പറഞ്ഞ പോലെ അവർ കോടിക്കണക്കിന് രൂപ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ അവർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർ ബ്ലൈൻഡായിട്ട് അങ്ങനെ ആരും ഇൻവെസ്റ്റ് ചെയ്യില്ല. അവർക്ക് അതിനുള്ള ഒരു കൃത്യമായിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രസ്റ്റ് വർത്തിയും പ്രൂഫും ഒക്കെ ആവശ്യമാണ്. അവർക്കിവിടെ വരേണ്ടതായിട്ടുണ്ട്. അതിനുള്ള വിസ സാധ്യതകളും അവർക്ക് ശരിക്കും പറഞ്ഞാൽ അത് അവർക്ക് അവകാശപ്പെട്ടത് തന്നെയാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ അങ്ങനെ പല ഏരിയയിലും വിസ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പം അതുകൊണ്ട് തന്നെ അതിന് കിട്ടത്തക്ക വിധത്തിലുള്ള അവർക്ക് അത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഫ്യൂച്ചറിൽ ആണെങ്കിലും അത് കിട്ടത്തക്ക വിധത്തിലുള്ള ഏരിയ മാത്രമാണ് ഞങ്ങൾ കവർ ചെയ്യുന്നു. ഞങ്ങൾ ഇൻവെസ്റ്റേഴ്സിനെ ഞങ്ങൾ വെൽക്കം ചെയ്യുന്നുള്ളൂ എന്നതാണ്. ഞങ്ങൾ ഹെൽത്ത് സെക്ടറിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഹെൽത്ത് എന്ന് പറയുമ്പോൾ കെയർ ഹോം, നഴ്സിംഗ് ഹോം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ധാരാളം ആളുകൾ പണമുള്ളവർ, പൈസ ഉള്ളവർ രംഗത്തേക്ക് വരുന്നുണ്ട്. കാരണം വളരെ ലാഭകരമായ ബിസിനസ്സാണ്. അതുകൊണ്ടാണ് ഇന്നിവിടെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഏറ്റവും ലാഭകരമായ ബിസിനസ്സുകളിൽ ഒന്നാണ് ഹെൽത്ത് സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഞങ്ങൾ 4 പേരിൽ ഒന്ന് ഇതിൻ്റെ ഫൗണ്ടർ, അദ്ദേഹം ഒരു 20 years കഴിഞ്ഞ ആളാണ്. അദ്ദേഹത്തിൻ്റെ പേര് ബിനു ജോസഫ് എന്നാണ്. അദ്ദേഹമാണ് ഇതിൻ്റെ ഫൗണ്ടർ. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആൾ ആൽബർട്ട് ആഞ്ചലോ, അദ്ദേഹം ഇവിടെ വർഷങ്ങളായി. അദ്ദേഹമാണ് ഇതിൻ്റെ ബിസിനസ് ഓപ്പറേഷൻ മാനേജ് ചെയ്യുന്നത്, ഓപ്പറേഷണൽ മാനേജറാണ്. ഞാൻ അതിൻ്റെ ഡയറക്ടറാണ്. അതോടൊപ്പം തന്നെ ബ്രോസ് ജോസഫ്, അദ്ദേഹം ഇതിൻ്റെ ലീഗൽ സൈഡെല്ലാം നോക്കുന്ന അദ്ദേഹമാണ്. സോ ഞങ്ങളുടെ ടീമെന്ന് പറയുമ്പം അവർക്ക് ആളുകൾക്ക് വേണ്ട ഫൈനാൻഷ്യൽ സെക്ടറിൽ ഫൈനാൻഷ്യൽ ഏരിയയാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഏത് ഏരിയയിൽ നിന്നുള്ള ആളുകൾക്കായാലും അവർക്ക് വേണ്ട അഡ്വൈസും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഞങ്ങളുടെ ഏരിയ വിട്ടിട്ടുള്ള ഏത് എഫേർട്ടും ഞങ്ങൾക്കെടുക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. കാരണം അതിനുള്ള മാൻ പവർ കൺസൾട്ടിങ് ഞങ്ങൾക്കുണ്ട്. പിന്നെ ഈ ചോദ്യത്തിനുള്ള മറ്റൊരു ആൻസറും കൂടെ ഞാൻ തരാം. ഈ ഗൾഫ് മിഡിൽ ഈസ്റ്റിൽ നിന്നൊക്കെ ഒത്തിരി ആളുകൾ 10-25 വർഷം ജോലി ചെയ്തിട്ട് അവർ തിരിച്ച് നാട്ടിൽ പോയി സെറ്റിൽ ചെയ്യാതെ അവർ തിരിച്ചിവിടെ വന്നിട്ടുണ്ട്. അവരുടെ സ്പൗസ് ഇവിടെ ഒന്നെങ്കിൽ നേഴ്സായിട്ടോ അല്ലെങ്കിൽ കെയറായിട്ടോ വന്നിട്ടുണ്ട്. പക്ഷേ അവരുടെ ഹസ്ബൻഡിന് ഒരു പക്ഷേ ഇവിടെ അവരുദ്ദേശിച്ച ജോലിയോ അല്ലെ ഗൾഫിൽ ചെയ്ത ജോലിയോ ഒന്നും കിട്ടിയിട്ടില്ല ഇതുവരെ. അങ്ങനെയുള്ള ആളുകൾ 5, 6, 8, 10 കോടി രൂപയൊക്കെ അവരുടെ അക്കൗണ്ടിലുള്ള ആളുകളുണ്ട്. ധാരാളം ആളുകൾ എന്നെ വിളിക്കുന്ന ഇത്രയും പേരുണ്ട്. അവർക്കൊരു ട്രസ്റ്റുള്ള ഒരു ബിസിനസ്സിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ അത്രയും ഹാർഡ് എയിൻ ചെയ്ത മണി അത് നഷ്ടപ്പെട്ടു പോകുമോ എന്തെങ്കിലും ബിസിനസ്സിൽ ഇറങ്ങിയാൽ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ എത്രയോ പേര് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഒരു സേഫ് ഹാൻഡിൽ, അത് കൃത്യതയോടുകൂടി അവർക്കൊരു ഇൻകം കിട്ടത്തക്ക വിധത്തിൽ അവർക്കും കൂടെ ഇൻവോൾവ് ആകാവുന്ന വിധത്തിൽ അവർക്കും അതിൽ പാർട്ട്ണറായി അതിൻ്റെ അവരിടുന്ന ആ ബിസിനസ്സിൻ്റെ ഡയറക്ടറായി അവർക്ക് തുടരാം. എഗ്രിമെൻറ്റും എല്ലാം കൃത്യമായി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് വിങ്ങിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിച്ചല്ലോ. അപ്പം സാർ അത് എന്താണ് ആ ഇൻവെസ്റ്റ്മെന്റ് വിങ്ങിന്റെ ശരിക്കുള്ള സർവീസസ്? ഇനി ഇതിനകത്ത് ഈ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യം പറയുമ്പോൾ അതിനകത്ത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യവും കൂടെ പറയാതിരിക്കാൻ വയ്യ. നമ്മൾ കോൺടാക്ട് ചെയ്യുന്ന ആളുകൾക്ക് ഞങ്ങൾ കൊടുക്കുന്ന ഒരു അഷുറൻസിനകത്ത് ഇപ്പോൾ ഉദാഹരണമായിട്ട് 2 മക്കളോ 3 മക്കളോ അല്ലെ ഒരു കുട്ടിയുള്ള ആളുകൾ, അവരൊക്കെ പഠിച്ചു, അവരൊക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് പോയി. ഈ പേരൻസ് അവർ റിട്ടയറായി, എന്നിട്ട് അവർ നാട്ടിലുണ്ട്. അവർക്ക് വേറെ പരിപാടി പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. അവർക്ക് ഈ മക്കളുടെ സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ അവർക്ക് പറ്റുന്നുമില്ല. വന്ന് വിസിറ്റിങ്ങിന് വരുന്നു, പോകുന്നു. അപ്പം അത് അല്ല, അവർക്കും ഇവിടെ സെറ്റിലാകാം. അവർക്കും ഇവിടെ വന്ന് ബിസിനസ് ചെയ്ത് അവരുടെ കയ്യിൽ പണമുണ്ട്. അവർക്ക് ഇവിടെ സെറ്റിലാകാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പോൾ ഞാൻ സ്ഥലമോ പേരോ ഒന്നും പറയുന്നില്ല, അത് കംപ്ലീറ്റ്ലി കോൺഫിഡൻഷ്യലാണ്. ഒരു പേരൻസ് ഞങ്ങളെ വിളിച്ച് പറഞ്ഞത് 42 years അവർ വിദേശത്ത് ജോലി ചെയ്തവരാണ്. അവർ റിട്ടയറായി. 65ഉം 62ഉം വയസ്സുള്ള 2 പേരാണ്. അവർ റിട്ടയറായി, എന്നിട്ട് അവരുടെ മുഴുവൻ സമ്പാദ്യവും ആയിട്ട് നാട്ടിലെത്തി. എന്നിട്ട് ഒരു സ്ഥാപനം തുടങ്ങി. ഒരുപാട് ആളുകൾക്ക് ജോലി കൊടുക്കാൻ പറ്റിയ സ്ഥാപനമാണ്. അവസാനം അവരെ നിലം തൊടിയിച്ചില്ല. പൊളിറ്റീഷ്യൻസ് തന്നെയാണ് അതിന് കാരണം. 25 ലക്ഷമൊക്കെയാണ് ചോദിക്കുന്നത്.
അവർ ഒന്ന് ചോദിച്ചു, പല പ്രാവശ്യം വന്ന് പല പ്രാവശ്യം കൊടുത്തു. അവസാനം 25 ലക്ഷം ചോദിച്ചപ്പം അവർ ചോദിച്ചു, അതെന്തിനാണ് ഞങ്ങൾ 25 ലക്ഷം തരുന്നത്? അപ്പോൾ അവരതിൻ്റെ റീസൺ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അതിനൊന്നും ഞങ്ങൾക്ക് 25 ലക്ഷവും തരാൻ ഞങ്ങളില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സംഭവിച്ചെന്താണ്? അന്ന് മുതൽ തുടങ്ങിയ പണിയാണ്. അവരെ നിലം തൊടിക്കുന്നില്ല. അവസാനം അവർ ഏകദേശം ഒരു 6-7 കോടി രൂപ അവർക്ക് ലോസ്റ്റ് ആവും. പക്ഷേ അവർ വിൽക്കാൻ തീരുമാനിച്ചു. അതിനകത്ത് ഇത്രയും കോടികൾ പോയാലും കുഴപ്പമില്ല. അപ്പോൾ അവർക്ക് അവിടുന്ന് രാജ്യം വിട്ടു പോകണം. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ രാജ്യത്ത് എങ്ങനെയാണ് ഒരു ഇൻവെസ്റ്റ് ചെയ്യുവാൻ ആർക്കാണ് ധൈര്യം ഉണ്ടാവുക? വേദനയോടുകൂടി ചോദിക്കുകയാണ്. അവർക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണ്? പൊളിറ്റീഷ്യൻസ് ഇതിനെപ്പറ്റി അന്വേഷിക്കണ്ടേ? ആ നാടിനെ ഒന്ന് രൂപപ്പെടുത്തിയെടുക്കുവാൻ പൊളിറ്റീഷ്യൻസിൻ്റെ ഭാഗത്ത് എന്ത് സംഭാവനയാണ് കൊടുക്കുന്നത്? നമ്മുടെ നാട്ടിലുള്ള കായിക ശേഷിയുള്ള ജനങ്ങളെ മുഴുവൻ ഓടിച്ചു വിടുന്നതാണോ അവർ ചെയ്യുന്ന അവരുടെ പൊളിറ്റിക്കൽ ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്? അതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് ആക്ച്വലി. അതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നു. ഇപ്പോൾ ഇതാ സംഭവിക്കുന്നത് എന്നറിയോ? മക്കൾ ആദ്യം പോയി, മക്കൾ ഒരെണ്ണം തിരിച്ച് സ്വന്തം രാജ്യത്തിലേക്ക് വരില്ല. ഇപ്പം എന്താ സംഭവിക്കുന്നറിയോ? 60-65 വയസ്സുള്ള അപ്പനും അമ്മയും അവരുടെ മുഴുവൻ സ്വത്തുക്കളും വിറ്റിട്ട് ആ പൈസ മുഴുവൻ വിദേശ രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അവരോട് വരണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇവിടെ 2 കൈ നീട്ടി സ്വീകരിക്കുന്ന രാജ്യങ്ങളാണെന്നേ. അപ്പോൾ ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ നടത്തിയാലും വിദേശ രാജ്യം ഇവിടുന്ന് പണം ഉണ്ടാക്കി ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നവരെക്കാൾ വിദേശ രാജ്യത്ത് നിന്ന് പണം കൊണ്ടുവന്ന് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെ എത്ര കണ്ട് ഉത്തേജിപ്പിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആരാണ് പറഞ്ഞത് ദൈവത്തിൻ്റെ സ്വന്തം നാടാണെന്ന്? ഇതാണോ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ? എനിക്കൊരു പൊളിറ്റിക്സ്, ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ടും ഞാൻ കൂറ് പുലർത്താൻ ഉദ്ദേശിക്കുന്നില്ല നമ്മുടെ ഇന്ത്യയിൽ. കാരണം എനിക്കൊരു വോട്ടവകാശം പോലും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. നമ്മുടെ രാജ്യത്ത് വോട്ടവകാശം ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ബ്രിട്ടീഷുകാരനാണ്, എനിക്കെന്താ വോട്ടവകാശം? പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ രക്തത്തിൽ കിടക്കുന്ന, അലിഞ്ഞു ചേർന്ന് കിടക്കുന്ന ഒരു സത്യമുണ്ട്. എന്താണെന്നറിയോ? തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് എന്തെങ്കിലും ഒരു അവധിക്കെങ്കിലും ചെല്ലുമ്പോൾ അവസ്ഥ കാണുമ്പോൾ ഒരു വിഷമം. ഇപ്പോൾ UK പോലൊരു രാജ്യത്ത് ഇങ്ങനെ ഒരു കൺസൾട്ടേഷൻ ഗ്രൂപ്പ് സാറ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ UK ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു കോർപ്പറേഷനും എന്തൊക്കെ ചലഞ്ചസ് ആണ് നമുക്ക് ആ ഒരു ടൈമിൽ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നത്? ഞങ്ങളുടെ റാഫേൽ സിൽവർ വിങ്സ് ഗ്രൂപ്പിന് യാതൊരുവിധ ചാലഞ്ചുകളും ഏറ്റെടുക്കേണ്ടി വന്നിട്ടില്ല എന്ന് തന്നെ ഞങ്ങൾക്ക് പറയേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ വേറെ ഒന്നുമില്ല, ഞങ്ങളൊക്കെ 20-25 വർഷമൊക്കെ ആയ ആളുകളാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ലീഗൽ അഡ്വൈസർ തന്നെ 20 വർഷം കഴിഞ്ഞതാണ്. ഈ രാജ്യം 2 കൈ നീട്ടി തന്നെ നമ്മളെ അന്നും ഇന്നും സ്വീകരിച്ചിട്ടുള്ളത്. ഈ വരുന്ന മുഴുവൻ മനുഷ്യന്മാരെയും അതുപോലെ തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. സ്വന്തം നാട്ടിൽ ഒരു ഇന്ത്യ രാജ്യത്ത് നിന്ന് തന്നെ തൊട്ടടുത്ത സംസ്ഥാനത്തിൽ നിന്ന് നമ്മളെ സേവിക്കാൻ, നമ്മളുടെ ജോലികൾ ചെയ്യാൻ ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരോട് നമ്മൾ കാണിക്കുന്ന പ്രതികരണം എങ്ങനെയാണ്? അവരോട് നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ആ സ്ഥാനത്ത് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഇവിടെ ആളുകൾ വന്നിട്ട് അവരോട് അങ്ങനെയുള്ള എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അങ്ങനെ നിൽക്കാൻ നമുക്ക് അതിനുള്ള അവസരങ്ങൾ ഒരുക്കി തരുന്നതുകൊണ്ട് നമ്മളോട് നിൽക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇവിടെ ആരെങ്കിലും നിൽക്കുമോ? എന്തുവാണ്? പൊളിറ്റിക്കലായിട്ട് യാതൊരു ഇൻവോൾവ്മെൻറ്റും നമുക്കിവിടെ പ്രശ്നങ്ങളല്ല, ഒന്നും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. എൻ്റെ മുഖ്യമന്ത്രിയാടാ വരുന്നത്, നിനക്കെന്താടാ റോട്ടിൽ കാര്യമെന്ന് ചോദിച്ച് തൊട്ടടുത്ത് കിടക്കുന്ന ചെടിച്ചിട്ടി എടുത്തിട്ട് ആരുടെയും കുനിച്ചു നിർത്തി ആരുടെയും കൂപ്പിന് ഇടി തരുന്നില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. അത് എൻ്റെയും മുഖ്യമന്ത്രിയല്ലേ, എന്നിട്ട് എന്തിനാ എന്നെ കുനിച്ചു നിർത്തി ഇടിക്കുന്നതെന്ന് ചോദിക്കേണ്ട ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രി റോഡിൽ പോയതിൻ്റെ പേരിൽ റോട്ടിൽ നിന്നും ജനങ്ങളെ അടിച്ചു പായിക്കുക. ഇവിടെ ഇത്രയും വർഷമായിട്ട് എത്ര പ്രധാനമന്ത്രിമാർ വന്നു, എത്ര പാർലമെന്റ് ഇലക്ഷൻ വന്നു, ഇവിടെ ഒരു മൈക്കിൽ പോലും ഒരു ബഹളം ഒച്ചപ്പാട് ഉണ്ടായിട്ടുണ്ടോ? ഒരു ഹർത്താൽ ഉണ്ടായിട്ടുണ്ടോ? ജനജീവിതം സ്തംഭിപ്പിച്ചിട്ടുണ്ടോ? ആരുടെയെങ്കിലും തൊഴിലിനെയോ അവരുടെ ജീവിത ക്രമത്തെയോ തെറ്റിച്ചിട്ടുണ്ടോ? അവർ ജീവിക്കുവാൻ ഇവിടെ പറ്റാത്ത വിധത്തിൽ അവരെ തകർക്കുന്ന എന്തെങ്കിലും സംവിധാനം ഉണ്ടായിട്ടുണ്ടോ? പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ജനക്ഷേമത്തിനുള്ളതാണ്, അല്ലാതെ ജനങ്ങളെ കൊല്ലാനും ജനങ്ങളെ കൊല വിളിക്കാനുള്ളതല്ല. ആ ഒരു വിദ്യാഭ്യാസം എന്ന് നമ്മുടെ സമൂഹത്തിനുണ്ടോ അന്നേ ശരിയാകുള്ളൂ. അതല്ലാത്രത്തോളം കാലം ഇതുപോലുള്ള രാജ്യങ്ങളിൽ ആളുകൾ പോകും. എന്താ തെറ്റുള്ളത്? നമുക്ക് ജീവനും സ്വത്തിനും സംരക്ഷണം കിട്ടുന്നില്ല. ഇവിടെ അതെല്ലാം ഉണ്ട്. നമ്മളൊരു സ്ഥാപനം ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ പാർട്ടിക്കാരും അവരും ഇവരും വന്നിട്ട് കൊടി പിടിക്കുകയല്ല. നമ്മളെ എങ്ങനെയെങ്കിലും അവിടുന്ന് കളം കാലിയാക്കി തകർത്ത് കുത്തുവാള എടുപ്പിച്ച് അവനെ ആത്മഹത്യ ചെയ്യിപ്പിക്കുന്ന പണി ഈ രാജ്യങ്ങളിൽ ഇല്ലെന്നേ. അതുകൊണ്ടാണെന്നേ നമ്മളൊക്കെ ഇവിടെ ഇതുപോലുള്ള ബിസിനസ്സുകളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ഞാൻ എന്തെങ്കിലും സ്ഥാപനം തുടങ്ങാൻ വേണ്ടിയിട്ട് പഞ്ചായത്തിലോ വില്ലേജിലോ അവിടെ പോയി ഞാൻ കൈകൂപ്പി നിൽക്കേണ്ടതാണ് എൻ്റെ ചാലഞ്ച്. എനിക്കൊരു ലൈസൻസ് കിട്ടേണ്ടി വരുമ്പോൾ അതിനു വേണ്ടിയിട്ട് രാഷ്ട്രീയക്കാരുടെ കയ്യും കാലും പിടിക്കേണ്ടി വരുന്നതാണ് എൻ്റെ ചാലഞ്ച്. അതൊന്നും ഇവിടെ ഇല്ല. പിന്നെ എന്ത് ചാലഞ്ചാണ് ഇങ്ങനെയുള്ള രാജ്യങ്ങളുള്ളത്? അതുകൊണ്ടാണ് ഇവിടെ വരുന്ന ആളുകൾ മുഴുവനും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ധൈര്യമായി മുന്നോട്ടിറങ്ങുന്നത്. അവരിറക്കുന്ന ഓരോ പൈസയ്ക്കും കൃത്യമായ വാല്യൂ ഉണ്ട്. റാഫേൽസ് കൺസൾട്ടിംഗ് ഗ്രൂപ്പ് ഇപ്പൊ 3 വിങ്സ് ആയിട്ട് നമ്മൾ തിരിഞ്ഞു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ എന്തൊക്കെയാണ് ഇനിയും വരുന്ന അപ്കമിങ് പ്രോജക്ട്സുകൾ? ഞങ്ങളുടെ അപ്കമിങ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ് കൂടുതലും ഞങ്ങൾ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒട്ടനവധി കാര്യങ്ങളിൽ നമ്മൾ ഇടപെട്ടിട്ട് അത് വിജയിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് ഉണ്ട്. അതിലും നല്ലത് ഫോക്കസ് ചെയ്യുക, കൃത്യമായ ഏരിയയിൽ ഫോക്കസ് ചെയ്യുക, അതിൽ ഒരു വിജയം
പൂർണ്ണമായി കണ്ടതിന് ശേഷം അടുത്ത സ്റ്റെപ്പിലേക്ക് മാറാമെന്നുള്ളതാണ്. 3 കാര്യങ്ങളിൽ ഒന്ന് പബ് ആൻഡ് ബാർസ്. അത് തീർച്ചയായിട്ടും ഒരു പ്രീമിയം ലെവലിലുള്ള പബ് ആൻഡ് ബാർസുകളാണ്. അപ്പോൾ അതിന് അനുസരിച്ച് അത് 30ഓളം പബ് ആൻഡ് ബാർസാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, അയർലൻഡിലും UK-യിലുമാണ്. ഇനി രണ്ടാമത്തേതെന്ന് പറയുന്നത് ആയുർവേദ റിസോർട്ട്സ്. അതൊരു 4 സ്റ്റാർ ആ റേഞ്ചിലുള്ള 3 to 4 സ്റ്റാർ റേഞ്ചിലുള്ളതായിട്ടാണ്. അത് ഒരു പക്ഷേ ഞാൻ പറഞ്ഞ പോലെ UK-യിൽ ഇതാദ്യമാണ്. ഇവിടെ ഉണ്ട് ഇല്ലെന്നല്ല, പക്ഷേ അതൊന്നും ഈ ലെവലിലേക്ക് വന്നിട്ടില്ല. നാട്ടിൽ നിന്നുള്ള ആയുർവേദ മെഡിസിൻ ഇവിടെ ഇമ്പോർട്ട് ചെയ്യാനും അതിനുള്ള ലൈസൻസും കംപ്ലീറ്റ് കാര്യങ്ങളും അടക്കം, കാരണം ഇവിടെ ചില മരുന്നുകൾക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട് നിയമപരമായിട്ട്, അതെല്ലാം ക്ലിയറായിട്ട് മനസ്സിലാക്കി നോക്കി ഇവിടെ നിയമപരമായി ഇറക്കാൻ പറ്റിയെല്ലാം നമ്മളിവിടെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് തെറാപ്പി എല്ലാം, മസാജ്, ബ്യൂട്ടി പാർലർ, സാലൂൺ, മെയിൽ ആൻഡ് ഫീമെയിൽ, ഇതെല്ലാം അടക്കം ഒരു അതിനകത്ത് കയറിയാൽ ഈ പറഞ്ഞതെല്ലാം കിട്ടത്തക്ക വിധത്തിൽ. ഇനി മൂന്നാമത്തേതെന്ന് പറയുന്നത് ഓൾറെഡി ഞങ്ങളുടെ ടീം റൺ ചെയ്തുകൊണ്ട് വരുന്നതാണ് ഹെൽത്ത് സെക്ടറിൽ കെയർ ഹോം ആൻഡ് നഴ്സിംഗ് ഹോംസ്. ഇവിടെ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ പോലെ ഒരു രീതിയല്ല. ഇവിടെ ഹെൽത്ത് സെക്ടറിൽ പ്രായമായ ആളുകൾ അവരവരുടെ കാശ് മുടക്കിയിട്ടാണ് അവിടെ കൂടുതലും താമസിക്കുന്നത്. എത്രയോ പൈസ അവരവിടെ ചിലവ് ചെയ്തിട്ടാണ് അവരവിടെ ജീവിക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമുക്ക് റൺ ചെയ്യാം, നമുക്ക് എടുക്കാം, ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാം. നല്ല ബെനിഫിറ്റ് ആയിട്ടുള്ള ബിസിനസ്, അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ ആളുകൾക്ക് ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല. റാഫേൽസ് ഇൻവെസ്റ്റ്മെന്റ് വിങ്ങിൽ ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന സംരംഭകർക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ആണ് നമ്മൾ അഷ്യൂർ ചെയ്യുന്നത്? ഇൻവെസ്റ്റേഴ്സിനുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ് അവരുടെ കൂടെ ഞങ്ങളുണ്ടാവും. ഞങ്ങളുടെ ലീഗൽ സപ്പോർട്ട് ഉണ്ടാവും, ഞങ്ങളുടെ മാൻ പവർ സപ്പോർട്ട് ഉണ്ടാവും. ഞങ്ങൾ അവരെ പോലെ തന്നെ ഒരു പാർട്ട്ണർഷിപ്പ് അവരുടെ കൂടെയുണ്ട്. അവർ മുടക്കുന്ന ഏത് ഈ പറഞ്ഞ സ്ഥാപനങ്ങളിൽ എവിടെ ഇൻവെസ്റ്റ് ചെയ്താലും ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ 10 to 15% ഞങ്ങളും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളവരെ അനാഥരാക്കി വിടുകയല്ല, ഞങ്ങളവരുടെ കൂടെ തന്നെയാണ്. അത് ലീഗലായിട്ടുള്ള കാര്യമായാലും മാൻ പവറിൻ്റെ കാര്യമായാലും ഇവിടെ അത് മാനേജ് ചെയ്യുന്ന കാര്യമായാലും എല്ലാ കാര്യത്തിലും ഞങ്ങൾ അവരുടെ കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു അഷ്വറൻസാണ്, ഞങ്ങൾ കൊടുക്കുന്ന ഒരു അഷ്വറൻസാണ്. അവർ പുറമേ നിന്ന് ഇൻവെസ്റ്റ് ചെയ്ത് അവർക്ക് ഡിവിഡൻഡ് മാത്രം മതി എന്നാണ് അവർ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് കൃത്യമായിട്ട് അവർ ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നാലും അവർക്ക് അക്കൗണ്ട് പരിശോധിക്കാം, എല്ലാ കാര്യങ്ങളും ക്രിസ്റ്റൽ ക്ലിയറായിട്ട് അവർക്കത് അതിൻ്റെ ക്ലാരിറ്റി ഉറപ്പുവരുത്താം. ഇനി അവർക്ക് ഈ രാജ്യത്ത് വിസിറ്റിങ്ങിന് വന്നു പോകണം എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് റാഫേൽ സിൽവർ വിങ്സ് കൃത്യമായിട്ട് അവരുടെ ആ പ്രോസസ്സ് എല്ലാം ഫ്രീ ആയിട്ട് തന്നെ ചെയ്തു കൊടുക്കും. അവർക്ക് വരാം, അവരുടെ സ്ഥാപനം കാണാം, അവരുടെ പേരിൽ തന്നെ അവരുടെ പേരും കമ്പനി ഹൗസിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. അതുകൊണ്ട് അവർക്ക് ബിസിനസ് ഓണ്ടർപ്രണറായിട്ട് അവർക്ക് വന്നു പോകാം. ഇനി വിസയുടെ കാര്യം, പലരും വിസ കിട്ടണം, ഫാമിലി സെറ്റിൽ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ ഞങ്ങളെ വിളിക്കുന്നുണ്ട്. ടു ബി ഓണസ്റ്റ് പറയാമല്ലോ, ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഞങ്ങൾ കുറച്ച് ദിവസങ്ങൾ ഇപ്പം അറിയാം, വൈറ്റ് പേപ്പറിൻ്റെ ഒരു വല്ലാത്ത ഫ്ലോയാണ് ഇപ്പോൾ നടക്കുന്ന. ആളുകളെല്ലാം ഒരു ശങ്കയോടുകൂടി നിൽക്കുകയാണ്. ഞങ്ങൾ ആരെയും അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതിൻ്റെ വിവരങ്ങളൊക്കെ ഒന്ന് കിട്ടട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം അവരുടെ വിസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ലീഗൽ സൈഡിൽ നിന്നും ഞങ്ങളുടെ സോളിസിറ്റർ പറഞ്ഞു കഴിയുമ്പോൾ ഞങ്ങൾ അതിനെപ്പറ്റി പറയാം. ഇപ്പോൾ തൽക്കാലം അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അതിനൊക്കെ ലൂപ്പ് ഹോൾസുകൾ ഉണ്ടാവും എന്ന കാര്യം ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു. അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാമിന് വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ച മാത്യു ചേട്ടനോട് നമ്മൾ ഏഷ്യാനെറ്റിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ സർവീസിൻ്റെ കാര്യങ്ങളെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ കാര്യങ്ങളും കൊടുത്തിരിക്കാം. അപ്പം എനിവേ, താങ്ക് യു ഫോർ ജോയിനിങ് അസ് ടുഡേ. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഇവിടെ വരെ വന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. താങ്ക്സ് എ ലോട്ട്. ഞങ്ങൾക്കും ഇതൊരു അഭിമാന നിമിഷം തന്നെയാണ്. ഇത്രയും ഞാൻ കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ ദയവ് ചെയ്ത് എന്നെ പൊങ്കാലയിട്ട് കൊല്ലരുത്. കാരണം ഞാനൊരു ഫാക്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇനി എന്നെ നിങ്ങളെല്ലാം കൂടെ കൊല വിളിക്കരുതെന്ന് ഈ ശ്രോതാക്കളോട് അല്ലെങ്കിൽ കാഴ്ചക്കാരോട് എനിക്ക് പറയാനുണ്ട്. എനിക്ക് ആരോടും ഒരു പരാതിയോ ഒരു പരിഭവവും ഇല്ല കേട്ടോ.